most of our problems will be solved if we focus on what's happening in our life rather than peeping in others' life. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാതെ സ്വന്തം ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായേനെ. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ആരെപ്പറ്റിയാണോ നാം ചിന്തിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ആർക്കുമില്ല ഒരു ഗുണവും. നമുക്ക് ഗുണം വേണമെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പീപ്പിംഗ് എന്ന ഒരു തീമിനെ പറ്റിയാണ്. പീപ്പിംഗ് എന്ന വാക്കിന്റെ അർത്ഥമൊന്ന് നമുക്ക് നോക്കാം. ആരും കാണാതെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ്. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നോട്ടം. സ്വയം ഒളിഞ്ഞു നിന്ന് മറ്റുള്ളവരെ നോക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ പറയുന്നത്. നമ്മുടെ നീക്കങ്ങൾ നമ്മൾ അറിയാതെ മറ്റൊരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഥവാ ശ്രദ്ധിക്കുക എന്നാൽ അത് ചെറിയൊരു സ്പൈ വർക്ക് തന്നെയാണ്. എപ്പോഴും ഒരാൾ നമ്മളെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നാൽ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. നമ്മളെ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ എന്നാലോചിച്ചാൽ മതി. പീപ്പിങ്ങിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഒന്ന് നോക്കാം. ലുക്ക് ക്വിക്ലി ആൻഡ് ഫർട്ടീവ്ലി അറ്റ് സംതിങ്, എസ്പെഷ്യലി ത്രൂ എ നാരോ ഓപ്പണിംഗ് സീക്രറ്റ്ലി. ഫർട്ടീവ്ലി എന്ന് പറഞ്ഞാല് സീക്രറ്റ്ലി ആൻഡ് ഡിസ്ഓണസ്റ്റ്ലി, മറ്റുള്ളവർ ശ്രദ്ധിക്കരുതെന്ന ചിന്തയോടുകൂടിയുള്ള തുറിച്ചു നോട്ടം. അപ്പൊ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം ചെയ്യുന്നത് ശരിയാണോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അത് ചെയ്യും പീപ്പിങ്ങിന്റെ സമയത്ത്. അതാണല്ലോ ഒളിഞ്ഞു നോക്കുന്നത്. അല്ലെങ്കിൽ പുറമെ നിന്നിട്ട് നേരെ നോക്കില്ലേ. അപ്പൊ അതാണ് ആ ഒളിഞ്ഞു നോട്ടുന്ന ചെറിയൊരു ഡിസോണസ്റ്റ് അഥവാ സീക്രട്ട് ആയിട്ടുള്ള ഒരു ലക്ഷ്യം, ഹിഡൻ അജണ്ട ഒക്കെ ഉണ്ടാവാം. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു ഒരു ആഗ്രഹം നമുക്ക് അറിയാനുള്ള. അപ്പം അങ്ങനെ ആലോചിക്കുമ്പോൾ അതിനാൽ തന്നെ അത്തരം പീപ്പിംഗ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെയല്ലേ നമ്മളെ അഭിപ്രായം? എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? എനിക്കും തോന്നുന്നത് ആ പീപ്പിംഗ് ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കുക, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത്. അതിൽ വേണമെങ്കിലല്ല മാറ്റം വരുത്തേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. Anxiety to know others' problems and discussing it rather trying to solve our own problems. സ്വന്തം പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. അതിന്റെ ഗ്രാവിറ്റി കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. എന്നിട്ടും എന്താണ് നമ്മൾ ചെയ്യുന്നത്? അടുത്തുള്ള ആളുടെ പ്രശ്നം വിശകലനം ചെയ്യലാണോ നമുക്ക് അധികം താല്പര്യം? അതിനാണ് പീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നാടൻ ഭാഷയിൽ നമ്മളൊക്കെ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, അവനവന്റെ ഒരു മുറം വെച്ച് ആരാന്റെ അരമുറം പറയുക. അതിൽ നമുക്ക് താല്പര്യമുണ്ടോ? നമ്മളെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചില ജോലി സ്ഥലങ്ങളിലൊക്കെ കേൾക്കാറില്ലേ, അവിടെ എന്താ പ്രശ്നം, ഇവിടെ എന്താ പ്രശ്നം, ഇതെന്താ അതെന്താ, ബോസ് അവരെ ചീത്ത പറഞ്ഞു, ബോസ് ഇൻസൾട്ട് ചെയ്തു, ബോസ് അവനോട് എന്തോ ചീത്ത പറഞ്ഞിട്ട് ക്യാബിനിലേക്ക് വിളിച്ചിട്ടുണ്ട്, ബോസിനത് ഇഷ്ടപ്പെട്ടില്ല. ഗോസിപ്പിംഗ്, കുശുകുശുക്കല്, മർമറിങ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും എന്തോ സംഭവമാണെന്ന്. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. സ്റ്റാമറിങ്, മർമറിങ്, വിസ്പറിങ്, ഇറ്റ്സ് ഓൾസോ എ കൈൻഡ് ഓഫ് പീപ്പിംഗ്. അതും ഒരു പീപ്പിംഗ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലപ്പോൾ നമ്മൾ ആക്സിഡൻസ് ഒക്കെ പറ്റുന്ന പല സ്ഥലങ്ങളിലും, എൻ്റെ വീടിൻ്റെ താഴെ 100 മീറ്റർ താഴെ ഒരാഴ്ച മുന്നേ ഒരു ആക്സിഡന്റ് പറ്റി. അയാൾ ഓൺ ദി സ്പോട്ട് തന്നെ തീർന്നിട്ടുണ്ട്. 2 കാർ റേസ് നടത്തിയതിന്റെ ഫലമായിട്ട് ഇയാൾ ക്രോസ് ചെയ്യുമ്പോൾ ഇടിച്ചതാണ്. ഒരു 35 വയസ്സുള്ള മരിച്ചു. അപ്പം അതുപോലെ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ആക്സിഡന്റ് കണ്ടിട്ട്
നോക്കി നിൽക്കുന്നവരെ കാണാം. അഭിപ്രായ കമ്മിറ്റിക്കാരാണ് അവർ. ഒന്നും ചെയ്യൊന്നുമില്ല. പലതരം അഭിപ്രായം എഴുന്നള്ളിക്കും, ഒന്നും ചെയ്യില്ല, അത്രമാത്രം. നോ യൂസ്, നോ ബെനിഫിറ്റ് ഈദർ ടു ഹിം ഓർ ടു അതേഴ്സ്. അവരെന്താണ് സാധാരണ ചെയ്യുക? ചുറ്റിപ്പറ്റി വിവരശേഖരണം, ഫോട്ടോ എടുക്കല്, സെൽഫി എടുക്കും. ഇത് ഇയാൾ ചോരയിൽ കുടിച്ചിരിക്കുന്ന സമയത്ത് ഇയാൾ ചിരിച്ചു കൊണ്ട് ഒരു സെൽഫി എടുത്തിട്ട് നാട് മുഴുവൻ അത് പരപ്പിക്കും. ഏറ്റവും ആദ്യം നാട്ടുകാരെ ഞാനാണ് ഇത് അറിയിച്ചത് എന്ന ക്രെഡിറ്റാണ് ആ മഹാനുഭാവന് വേണ്ടത്. അത്തരമൊരു സ്വഭാവം നമുക്കുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നാൽ സ്ഥലം കാലിയാക്കുക, ജസ്റ്റ് വാനിഷ്, ദാറ്റ്സ് ഓൾ. അല്ലാതെ വെറുതെ നോക്കി ചർച്ച ചെയ്ത് സമയം കളഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളെ കൊണ്ട് ഒരു ഉപകാരവും അവിടെ ആ സമയത്ത് ഇല്ല എങ്കിൽ പിന്നെ സ്ഥലം വിടുകയാണ് ഏറ്റവും നല്ല പരിപാടി. നമ്മൾ ഉള്ളോട്ട് നോക്കി സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പുറത്തേക്ക് നോക്കി മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജേണി വിത്തിനിൽ ഉണ്ണികൃഷ്ണൻ സാറ് പറയുന്നത് പോലെ സ്വയം താൻ ആരാണ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടം പരദൂഷണത്തിലേക്കും അതുപോലെ കമ്പാരിസണിലേക്കും സമയനഷ്ടത്തിലേക്കും ഒക്കെ നമ്മളെ നയിക്കുകയുള്ളൂ. ടു അവോയ്ഡ് പീപ്പിംഗ്, ഫോക്കസ് ഓൺ വർക്ക് ഓർ ജോബ്. നമ്മൾ എന്താണോ ജോലി അഥവാ വർക്ക്, ഇതിനൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്, ഫോക്കസ് മോർ ഓൺ യുവർ ബ്രെത്ത്, ഓട്ടോമാറ്റിക്കലി വിൽ ഗെറ്റ് ദി കൺട്രോൾ ഓൺ യുവർ അൺവാണ്ടഡ് തോട്ട്സ്. പുറത്തേക്ക് നോക്കുന്നത് അഥവാ ശ്രദ്ധിക്കുന്നത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ചിന്തകളെ, മനസ്സിനെ കടിഞ്ഞാണിടാൻ നമുക്ക് സാധിക്കും. ഇപ്പൊ നമ്മൾ ടീനേജേഴ്സിനെ നോക്കുകയാണ്, എല്ലാവരും പുറത്തേക്കാണ്. ഒരാൾ UK യിലേക്ക് പോണ്, മറ്റൊരാൾ ജർമ്മനിയിലേക്ക് പോണ്, സ്വിറ്റ്സർലൻഡ് പോണ്, അല്ലെങ്കിൽ UK, US, കാനഡ, ഒന്നും പറയണ്ട, വീട്ടിൽ ആരും ഇല്ല, എല്ലാവരും പുറത്താണ്. അപ്പൊ അതിനെന്താ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം? they hate people, they hate staring also. ഒരു പുതിയ ഡ്രസ് ഇട്ടു, why should they bother എന്നുള്ളതാണ് അവർ ചോദ്യം. ബാക്കി not at all interested to disclose or discuss their personal matters with outsiders. നിങ്ങൾ എങ്ങോട്ടാ പോണത്? അത് അറിഞ്ഞിട്ട് എന്തായാൾക്ക് കാര്യം എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് ആ ചോദ്യത്തിന്റെ. why should I answer their questions? New Gen gives priority to privacy in their personal life. That's why teenagers are going abroad for studies, job, etc. എന്നൊക്കെയാണ് പലരും, ഞാനിങ്ങനെ കുട്ടികളോടൊക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പം അവരുടെ ഒരു ഗസ്റ്റേഴ്സ് ഓർ ആൻസേഴ്സ് അങ്ങനെയാണ് വരുന്നത്. ആരാണ് സാധാരണ പീപ്പിംഗ് ചെയ്യാറുള്ളത്? ശരിക്കും പറഞ്ഞാൽ ധാരാളം സമയമുള്ളവരാണ് ഇതിന് സമയം കണ്ടെത്തുന്നത്. നമ്മുടെ സമയം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തവരാണ്. What should be done? Focus on your future. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിന് ഒരു മറുമരുന്ന്. നമ്മൾ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക, പുതിയ ഗോൾ സെറ്റ് ചെയ്യുക, ചേഞ്ച് ദി ആറ്റിറ്റ്യൂഡ്. പലരും പറയുന്നത് നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്. എന്താണ് കാരണം? അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കണം സ്വന്തം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുവാൻ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാൾ നല്ലൊരു പുതിയ നെക്ലേസ് ഇട്ടു, അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സ് ഇട്ടു, അല്ലെങ്കിൽ ഷർട്ട് വാങ്ങി, വി വോണ്ട് അപ്രീഷിയേറ്റ്. അല്ലെങ്കിൽ ഒരു വണ്ടി പുതിയത് വാങ്ങി, ഒരു വീട് പുതിയത് വാങ്ങി, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് ആണ്, വി വോണ്ട് ഈവൻ കൺഗ്രാജുലേറ്റ്. ജസ്റ്റ് വി വിൽ സീ ആൻഡ് സ്റ്റെയർ ഓർ പീപ്പ്, ദാറ്റ്സ് ഓൾ. അതാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഒന്നിങ്ങനെ നോക്കൂ എന്തൊക്കെയാ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്, അങ്ങനെ ഇങ്ങനെ. അതിനുശേഷം എല്ലാ ചിന്തകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് വി മേ തിങ്ക് ഓഫ് കൺഗ്രാജുലേറ്റിംഗ് ദം. മൈൻഡ് പ്ലസിലുള്ള ആൾക്കാരെ പറ്റിയല്ല പറയുന്നത്, ജനറലായിട്ട് പൊതുവെ പുറത്തുള്ള ആൾക്കാർ. ആരും ഇതിൽ വല്ലതും ഉണ്ടോ, ഇനിയും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കേണ്ടൂ. മൈൻഡ് പ്ലസിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മറ്റുള്ളവരാണെങ്കിലും ആരായാലും നമ്മൾ ചിന്തിക്കണം, അത്തരം പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് നിന്ന് അറിയാതെ പോലും ഉണ്ടാവാറുണ്ടോ എന്നുള്ളത്. അത് നിർബന്ധമായും മാറ്റേണ്ട സ്വഭാവമാണ്. We should learn how to congratulate
how to appreciate others. If we get it, we will get it back. അതായത് നമുക്കത് ചെയ്യാൻ സാധിച്ചു എങ്കിൽ തിരിച്ചും നമുക്ക് അതേപോലെ തന്നെ നല്ല അനുഭവങ്ങൾ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ആങ്സൈറ്റി, അതായത് വീടിനടുത്ത് ഒരു ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. അവരുടെ മെയിൻ ഹോബി ഈ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ പണ്ടൊക്കെ കേട്ടൺ ഉയർത്താനും താഴ്ത്താനും കുട്ടികളെ നമ്മൾ ഏർപ്പാടാക്കാറുണ്ട്. അതുപോലെ ഷാജഹാന്റെ ഭാര്യ മെയിൻ ഡോറിന്റെ സൈഡിലുള്ള കേട്ടൺ ഇടയ്ക്കിടയ്ക്ക് മാറ്റി നോക്കും. അടുത്ത വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ, അല്ലെ പവർ ഫെയിലിയർ ആണോ, അവിടെ ആര് വന്നു, ആരാണ് പോയത്, എന്താണ് നടക്കുന്നത്, പിന്നെ അതിൻ്റെ ചർച്ച ചെയ്യും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഒരു പരിധിയിലധികം സ്വകാര്യതയിലേക്ക് പീപ്പ് ചെയ്യരുത്. അതാണ് നമ്മളെ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. നമ്മൾ ഇനി അവോയ്ഡ് പീപ്പിംഗ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഫോക്കസ് ഓൺ അവർ ഗോൾസ്. നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം ലക്ഷ്യം എന്താണെന്ന് അറിയുക, അത് നേടാൻ പരിശ്രമിക്കുക. അപ്പം നമുക്ക് വേറെ ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. പ്രിപ്പയർ ടു ഡു ലിസ്റ്റ് ആൻഡ് പ്ലാൻ എവറിത്തിങ് അക്കോർഡിംഗ്ലി. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക, എല്ലാം പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക. എന്നിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞുവോ എന്നുള്ളൊരു ക്രോസ് ചെക്കിങ് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടോ അഥവാ വേസ്റ്റ് ആക്കുന്നുണ്ടോ ടൈം എന്നുള്ളതും കൂടി അറിയാൻ സാധിക്കും. ഡു നോട്ട് വേസ്റ്റ് അവർ വാല്യുബിൾ ടൈം. നമ്മുടെ വിലപിടിപ്പുള്ള സമയം നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ രമണ മഹർഷി പറഞ്ഞ പോലെ ഉള്ളിലേക്ക് നോക്കുക. ട്രൈ ടു ചേഞ്ച് അവർ സെൽഫ് ആൻഡ് അവോയ്ഡ് പീപ്പിൾ. ചിൽഡ്രൻ്റെ പ്രൊഫഷണൽ പീപ്പിംഗ് ചെയ്യുന്നവര് സ്വന്തം വീട്ടിൽ നിന്ന് പ്രൊഫഷണൽ പീപ്പിംഗ് നടത്തുന്നവരുണ്ട്. അതെങ്ങനെയാണ്? പുറത്തു നിന്ന് കാണില്ല, എന്നാലോ പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർക്ക് അതേ സമയം കിട്ടുന്നു. ആർക്കും ഗുണമില്ല, ഒരു സുഖം, ഒരു രസം, ഒരു ഹോബി. അത് തന്നെ ചേഞ്ച് ഇറ്റ് ഫ്രം ടുഡേ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. പീപ്പിംഗ് സ്വഭാവം ഉണ്ടെങ്കിൽ കർട്ടന്റെ പിന്നിൽ നിന്നും പതുക്കെ മാറിക്കോളൂ, കർട്ടൻ മാറ്റിക്കോളൂ, മുന്നോട്ട് വരൂ, ലോകം നിങ്ങളെ കാണട്ടെ. നിങ്ങൾക്കും അഭിമാനത്തോടു കൂടി തന്നെ, ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ലോകം കാണാൻ പറ്റും. താങ്ക് യു വെരി മച്ച്. അപ്പം ഇനി മെഡിറ്റേഷൻ്റെ ഒരു റീപ്രോഗ്രാമിങ്ങിലേക്ക് നമുക്ക് കിടക്കാം.